ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് കൃഷ്ണ. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് അഹമ്മദാബാദിൽ 85,000 കോടി രൂപയുടെ വിവിധ റെയിൽവേ പദ്ധതികളുടെ ശിലാസ്ഥാപനവും സമർപ്പണവും നിർവഹിച്ചു. കൊല്ലം തിരുപ്പതി ദ്വൈവാര എക്സ്പ്രസ് ഇന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഓൺലൈനായി ഉദ്ഘാടനം ചെയ്തു. വന്ദേ ഭാരത് എക്സ്പ്രസിന്റെ മംഗളൂരു യാത്രയ്ക്കും പച്ചക്കൊടി. കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ഇന്നലെ വിജ്ഞാപനം പുറപ്പെടുവിച്ച പൌരത്വ നിയമ ഭേദഗതി അനുസരിച്ച് പൌരത്വത്തിന് അപേക്ഷിക്കാൻ വെബ്സൈറ്റ് സജ്ജമായി. വയോജനങ്ങൾക്ക് വേണ്ട എല്ലാ പിന്തുണയും സംരക്ഷണവും നൽകുക എന്ന പ്രഖ്യാപിത ലക്ഷ്യം നിറവേറ്റാൻ സാമൂഹ്യനീതി വകുപ്പ് പ്രതിജ്ഞാബദ്ധമാണെന്ന് മന്ത്രി ആർ ബിന്ദു. 2024-25 അധ്യയന വർഷത്തെ പാഠപുസ്തക വിതരണത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം മന്ത്രി വി ശിവൻകുട്ടി തിരുവനന്തപുരത്ത് നിർവഹിച്ചു. മീനമാസ പൂജകൾക്കായി ശബരിമല ക്ഷേത്രനട നാളെ തുറക്കും. 10 ദിവസം നീണ്ടുനിൽക്കുന്ന പൈങ്കുനി ഉത്രം മഹോത്സവത്തിന് ശനിയാഴ്ച കൊടിയേറും. വാർത്തകൾ വിശദമായി. ഒരു ദിവസത്തെ സന്ദർശനത്തിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഗുജറാത്തിലെത്തി. അഹമ്മദാബാദിൽ 85,000 കോടി രൂപയുടെ വിവിധ റെയിൽവേ പദ്ധതികളുടെ ശിലാസ്ഥാപനവും സമർപ്പണവും പ്രധാനമന്ത്രി നിർവഹിച്ചു. അഹമ്മദാബാദ് മുംബൈ സെൻട്രൽ, സെക്കന്ദരാബാദ് വിശാഖപട്ടണം, മൈസൂരു ചെന്നൈ, പട്ന ലക്നൌ, ന്യൂ ജൽപായ്ഗുഡി പട്ന, പുരി വിശാഖപട്ടണം, ലക്നൌ ഡെറാഡൂൺ, കലബുർഗി ബംഗളൂരു തുടങ്ങി 10 പുതിയ വന്ദേ ഭാരത് ട്രെയിനുകൾ പ്രധാനമന്ത്രി ഫ്ളാഗ് ഓഫ് ചെയ്തു. കൊല്ലം തിരുപ്പതി ദ്വൈവാര എക്സ്പ്രസ് ഇന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഓൺലൈനായി ഉദ്ഘാടനം ചെയ്തു. കൊല്ലം സ്റ്റേഷനിൽ നിന്ന് രാവിലെ 9:40-ന് ട്രെയിൻ പുറപ്പെട്ടു. പ്രതിനിധികളും പൌരാവലിയും കന്നിയാത്രയ്ക്ക് സാക്ഷിയായി. പ്രധാന തീർത്ഥാടന കേന്ദ്രമായ തിരുപ്പതിയിലേക്ക് വസ്ത്രവ്യവസായത്തിന് ഖ്യാതി നേടിയ തിരുപ്പൂർ തുടങ്ങി പ്രധാന നഗരങ്ങളിലൂടെ കടന്നുപോകുന്ന ട്രെയിൻ വിവിധ മേഖലയിലുള്ള യാത്രക്കാർക്ക് പ്രയോജനപ്പെടും. വൺ സ്റ്റേഷൻ വൺ പ്രോഡക്റ്റ് സ്റ്റാൾ ശിലാഫലകം എൻ.കെ. പ്രേമചന്ദ്രൻ എം.പി. അനാച്ഛാദനം ചെയ്തു. കൊല്ലം റെയിൽവേ സ്റ്റേഷനിൽ സംഘടിപ്പിച്ച ചടങ്ങിൽ എംപിമാരായ എൻ.കെ. പ്രേമചന്ദ്രൻ, കൊടിക്കുന്നിൽ സുരേഷ് തുടങ്ങിയവർ പ്രസംഗിച്ചു. ട്രെയിൻ ഈ മാസം 15 മുതൽ സ്ഥിരം സർവീസ് ആരംഭിക്കും. വന്ദേ ഭാരത് എക്സ്പ്രസിന്റെ മംഗളൂരു യാത്രയ്ക്കും പ്രധാനമന്ത്രി പച്ചക്കൊടി വീശി. ഒരു സ്റ്റേഷൻ ഒരു ഉൽപ്പന്നം പദ്ധതിയുടെ കണ്ണൂർ, തലശ്ശേരി, പയ്യന്നൂർ റെയിൽവേ സ്റ്റേഷനുകളിൽ ആരംഭിച്ച സ്റ്റാളുകളുടെ ഉദ്ഘാടനം പ്രധാനമന്ത്രി നരേന്ദ്രമോദി വീഡിയോ കോൺഫറൻസിംഗിലൂടെ നിർവഹിച്ചു. കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ 2 സ്റ്റാളുകളും തലശ്ശേരി, പയ്യന്നൂർ സ്റ്റേഷനുകളിൽ ഓരോ സ്റ്റാളുമാണ് ഉദ്ഘാടനം ചെയ്തത്. കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ നടന്ന ചടങ്ങിൽ മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി മുഖ്യാതിഥിയായി. കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ഇന്നലെ വിജ്ഞാപനം പുറപ്പെടുവിച്ച പൌരത്വ നിയമ ഭേദഗതി അനുസരിച്ച് പൌരത്വത്തിന് അപേക്ഷിക്കാൻ വെബ്സൈറ്റ് സജ്ജമായി. ഇന്ത്യൻ സിറ്റിസൺഷിപ്പ് ഓൺലൈൻ .nic.in വെബ്സൈറ്റിലാണ് പൌരത്വത്തിന് അപേക്ഷിക്കേണ്ടത്. ഇലക്ട്രൽ ബോണ്ട് കേസിൽ വിശദാംശങ്ങൾ സമർപ്പിക്കാൻ എസ്ബിഐക്ക് സുപ്രീംകോടതി നൽകിയ സമയപരിധി ഇന്ന് വൈകുന്നേരം അവസാനിക്കും. സമയപരിധി നീട്ടണമെന്നാവശ്യപ്പെട്ട് ബാങ്ക് നൽകിയ അപേക്ഷ സുപ്രീംകോടതി ഭരണഘടനാ ബെഞ്ച് ഇന്നലെ തള്ളിക്കൊണ്ടാണ് രേഖകൾ സമർപ്പിക്കാൻ കർശന നിർദ്ദേശം നൽകിയത്. ചീഫ് ജസ്റ്റിസ് DY ചന്ദ്രചൂഡ് അധ്യക്ഷനായ 5-അംഗ ബെഞ്ചാണ് കേസ് പരിഗണിച്ചത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ മാസം 15-നും 19-നും കേരളത്തിൽ സന്ദർശനം നടത്തുമെന്ന് ബിജെപി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ. എൻഡിഎയുടെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചുകൊണ്ട് 15-ന് പത്തനംതിട്ടയിൽ നടക്കുന്ന പൊതുസമ്മേളനത്തിൽ പ്രധാനമന്ത്രി പങ്കെടുക്കും. 19-ന് പാലക്കാട് നടക്കുന്ന റോഡ് ഷോയിലും അദ്ദേഹം പങ്കെടുക്കും. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ഇടുക്കി, തേനി ജില്ലകളിലെ കളക്ടർമാരുടെ നേതൃത്വത്തിൽ ഉന്നത ഉദ്യോഗസ്ഥരുടെ യോഗം തേക്കടിയിൽ ചേർന്നു. തെരഞ്ഞെടുപ്പ് സുഗമമായി നടത്താനുള്ള നിരവധി തീരുമാനങ്ങൾ യോഗത്തിൽ കൈക്കൊണ്ടു. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇരട്ട വോട്ടിംഗ്, മദ്യം, പണം എന്നിവയുടെ കൈമാറ്റം തുടങ്ങിയ നിയമലംഘനങ്ങൾ തടയുന്നതിന് സഹകരിച്ച് പ്രവർത്തിക്കാൻ ഇടുക്കി, തേനി ജില്ലകളിലെ കളക്ടർമാരുടെ നേതൃത്വത്തിൽ നടന്ന ഉന്നതതല യോഗത്തിൽ തീരുമാനമായി. ഏകോപനത്തിനായി പ്രത്യേക നോഡൽ ഓഫീസറെ നിയോഗിക്കും. പോലീസ്, എക്സൈസ്, നികുതി വകുപ്പുകളുടെ സംയുക്ത പരിശോധന അതിർത്തി പ്രദേശങ്ങളിൽ കർശനമാക്കും. നിലവിലുള്ള CCTV ക്യാമറകൾക്ക് പുറമെ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് 360 ഡിഗ്രി റൊട്ടേഷനിൽ പ്രവർത്തിക്കാൻ കഴിയുന്ന ക്യാമറകൾ ചെക്ക് പോസ്റ്റുകളിലും അതിർത്തി പ്രദേശങ്ങളിലും വിന്യസിക്കും. ലയങ്ങളിലെയും മറ്റ് ഫാക്ടറികളിലെയും തൊഴിലാളികൾക്ക് സമ്മതിദാന അവകാശം വിനിയോഗിക്കുന്നതിന് പരമാവധി സൌകര്യമൊരുക്കും. കുറ്റകൃത്യങ്ങൾ തടയുന്നതിനായി സ്ഥിരം കുറ്റവാളികളുടെ വിവരങ്ങൾ പരസ്പരം കൈമാറും. തെരഞ്ഞെടുപ്പ് പൂർണ്ണമായും കുറ്റമറ്റ രീതിയിൽ നടപ്പാക്കുന്നതിന് സംയുക്ത ശ്രമം ഉണ്ടാകുമെന്നും യോഗം ഉറപ്പാക്കി.
വയോജനങ്ങൾക്ക് വേണ്ട എല്ലാ പിന്തുണയും സംരക്ഷണവും നൽകുക എന്ന പ്രഖ്യാപിത ലക്ഷ്യം നിറവേറ്റാൻ സാമൂഹ്യനീതി വകുപ്പ് പ്രതിജ്ഞാബദ്ധമാണെന്ന് മന്ത്രി ആർ ബിന്ദു. അടിയന്തര സന്ദർഭങ്ങളിൽ ആരോഗ്യ സഹായം ഉൾപ്പെടെ എത്തിക്കാൻ സാമൂഹ്യനീതി ഓഫീസർക്ക് ചുമതലയുണ്ടെന്നും മന്ത്രി പറഞ്ഞു. ആലപ്പുഴയിൽ കിടപ്പ് രോഗികളായ വയോജനങ്ങൾക്കായുള്ള സംരക്ഷണ കേന്ദ്രം സാന്ത്വന തീരം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. 27 റവന്യൂ ഡിവിഷനിലും മെയിന്റനൻസ് ട്രിബ്യൂണൽ പ്രവർത്തിക്കുന്നുണ്ടെന്നും ശ്രീമതി ബിന്ദു പറഞ്ഞു. സംസ്ഥാന ഭിന്നശേഷി ക്ഷേമ കോർപ്പറേഷന്റെ കാസർഗോഡ് ജില്ലാ ഓഫീസ് മന്ത്രി ആർ ബിന്ദു ഇന്ന് നാടിന് സമർപ്പിക്കും. ഉച്ചയ്ക്ക് 2 മണിക്ക് ഓൺലൈനിലൂടെയാണ് ഉദ്ഘാടനം. സഹായ ഉപകരണങ്ങൾ ഉൾപ്പെടെ ലഭിക്കാൻ വടക്കൻ ജില്ലകളിലെ ഭിന്നശേഷിക്കാർക്ക് നിലവിൽ കോഴിക്കോടുള്ള റീജിയണൽ ഓഫീസിലും വിദ്യാഭ്യാസം, സ്വയം തൊഴിൽ, വാഹന, ഭവന വായ്പകൾ, ഇന്റർവ്യൂ, മറ്റ് ആവശ്യങ്ങൾ തുടങ്ങിയവയ്ക്കായി തിരുവനന്തപുരം കേന്ദ്രവുമാണ് ആശ്രയം. ഈ പരിമിതികൾക്കാണ് ജില്ലാ ഓഫീസ് ആരംഭിക്കുന്നതോടെ പരിഹാരമാകുക. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. പാഠ്യപദ്ധതി പരിഷ്കരണം സാമൂഹ്യ അസമത്വങ്ങൾ ഇല്ലാതാക്കാൻ ലക്ഷ്യമിട്ടുള്ളതാണെന്ന് മന്ത്രി വി ശിവൻകുട്ടി. 2024-25 അധ്യയന വർഷത്തെ പാഠപുസ്തക വിതരണത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. പുതിയ നിർദ്ദേശങ്ങൾ അറിവിന്റെയും ജോലിയുടെയും പരസ്പരം ബന്ധത്തിന് ഊന്നൽ നൽകുന്നു. സൃഷ്ടിപരമായ വിമർശനങ്ങളെ അംഗീകരിച്ചുകൊണ്ട് തുടർച്ചയായ പുരോഗതി ഉറപ്പാക്കാൻ യാത്ര തുടരുകയാണെന്നും മന്ത്രി പറഞ്ഞു. തൃശൂർ മെഡിക്കൽ കോളേജിന്റെ മുഖഛായ മാറ്റുന്ന 606 കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചു. ആരോഗ്യമന്ത്രി വീണ ജോർജ് നിർമ്മാണ പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനം നിർവഹിച്ചു. വിശദാംശങ്ങളുമായി ആകാശവാണി തൃശൂർ ജില്ലാ പ്രതിനിധി ഭരിത പ്രതാപ്. മധ്യകേരളത്തിലെ ജനങ്ങളുടെ എന്നത്തെയും ആശ്രയമായ തൃശൂർ മെഡിക്കൽ കോളേജിന്റെ 2 ബൃഹത്തായ പദ്ധതികളാണ് ഇന്ന് ഉദ്ഘാടനം ചെയ്തത്. അമ്മയും കുഞ്ഞും ആശുപത്രിയും സൂപ്പർ സ്പെഷ്യാലിറ്റി ബ്ലോക്ക് അടക്കം 606 കോടി രൂപയുടെ നിർമ്മാണ ഉദ്ഘാടനവും 11.4 കോടി രൂപ ചെലവഴിച്ച് പൂർത്തീകരിച്ച വിവിധ പദ്ധതികളുടെ ഉദ്ഘാടനവും ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് നിർവഹിച്ചു. MLA സേവ്യർ ചിറ്റിലപ്പള്ളി അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ദേവസ്വം വകുപ്പ് മന്ത്രി കെ രാധാകൃഷ്ണൻ മുഖ്യാതിഥിയായിരുന്നു. തൃശൂർ മെഡിക്കൽ കോളേജിന്റെ മുഖഛായ മാറ്റുന്ന തരത്തിലുള്ള വലിയ വികസന പ്രവർത്തനങ്ങൾക്കാണ് ഇതോടെ തുടക്കമാകുന്നത്. 279 കോടി രൂപ ചെലവഴിച്ചുള്ള അമ്മയും കുഞ്ഞും ആശുപത്രി ബ്ലോക്ക്, 285 കോടിയുടെ സൂപ്പർ സ്പെഷ്യാലിറ്റി ബ്ലോക്ക്, 36 കോടിയുടെ ഗവൺമെന്റ് ദന്തൽ കോളേജ് കെട്ടിടം 2ാം ഘട്ട നിർമ്മാണം, 5 കോടിയുടെ ഐസൊലേഷൻ ബ്ലോക്ക് എന്നിവയുടെ നിർമ്മാണ ഉദ്ഘാടനങ്ങൾക്ക് തുടക്കം കുറിക്കുന്നതോടൊപ്പം തന്നെ പൂർത്തീകരിച്ച 11 കോടി രൂപയുടെ വിവിധ പദ്ധതികൾ ജനങ്ങൾക്കായി തുറന്നുകൊടുക്കുകയും ചെയ്തു. ശബരി കെ റൈസ് ബ്രാൻഡിൽ സപ്ലൈകോ വിതരണം ചെയ്യുന്ന അരിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ തിരുവനന്തപുരം അയ്യൻകാളി ഹാളിൽ നാളെ നിർവഹിക്കും. ശബരി കെ ബ്രാൻഡിൽ ജയ അരി 29 രൂപ നിരക്കിലും കുറുവ മട്ട അരി 30 രൂപ നിരക്കിലുമാണ് വിതരണം ചെയ്യുക. 5 ദിവസത്തെ മീനമാസ പൂജകൾക്കും 10 ദിവസത്തെ ഉത്സവത്തിനുമായി ശബരിമല ക്ഷേത്രനട നാളെ തുറക്കും. വൈകിട്ട് 5-ന് തന്ത്രി കണ്ഠരര് മഹേശ്വര മോഹനരുടെ സാന്നിധ്യത്തിൽ മേൽശാന്തി PN മഹേഷ് നമ്പൂതിരി നട തുറന്ന് ദീപം തെളിയിക്കും. മീനം 1-ആയ 14-ന് പുലർച്ചെ 4-ന് നട തുറക്കും. 16-നാണ് കൊടിയേറ്റ്. മാസപ്പിറവി കണ്ടതോടെ ഇസ്ലാം മത വിശ്വാസികൾക്ക് ഇനി വ്രതശുദ്ധിയുടെ പുണ്യകാലം. ഇന്ന് റംസാൻ 1ആയിരിക്കുമെന്ന് ഖാസിമാർ അറിയിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിശ്വാസികൾക്ക് റംസാൻ ആശംസകൾ നേർന്നു. ഈ പുണ്യമാസം എല്ലാവരുടെയും ജീവിതത്തിൽ സന്തോഷവും ആരോഗ്യവും സമൃദ്ധിയും കൊണ്ടുവരട്ടെയെന്ന് സന്ദേശത്തിൽ പ്രധാനമന്ത്രി പറഞ്ഞു. കോഴിക്കോട് നിന്നും ആകാശവാണി പ്രതിനിധി നസീർ ബാബു തയ്യാറാക്കിയ റിപ്പോർട്ട്. സംസ്ഥാനത്ത് റംസാൻ വ്രതാരംഭത്തിന് തുടക്കമായി ഇന്നലെ പൊന്നാനിയിൽ മാസപ്പിറവി കണ്ടതിന്റെ അടിസ്ഥാനത്തിൽ റംസാൻ മാസത്തിന് തുടക്കമായതായി പാണക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് വിവിധ ഖാസിമാരും അറിയിക്കുകയായിരുന്നു. പ്രഭാതം മുതൽ പ്രദോഷം വരെ അന്നപാനീയങ്ങൾ വെടിഞ്ഞ് വിശ്വാസികൾ പ്രാർത്ഥനകളിൽ മുഴുകും. ആത്മസമർപ്പണത്തിന് ദിനരാത്രങ്ങളാണ്. ദാനധർമ്മങ്ങളിൽ കൂടുതൽ ശ്രദ്ധ പുലർത്തും. രാത്രിയിൽ പ്രത്യേക നമസ്കാരവും ഉണ്ടാകും. മതഗ്രന്ഥം പാരായണം ചെയ്യും. പാപമോചനത്തിനും പുണ്യം നേടാനുള്ള അവസരമായാണ് റംസാൻ മാസത്തെ കാണുന്നത്. ആരാധനാലയങ്ങളിൽ റംസാൻ പ്രഭാഷണം നടക്കും. ഇഫ്താർ സംഗമങ്ങളും വിവിധയിടങ്ങളിൽ നടക്കും. ISL ഫുട്ബോളിൽ പഞ്ചാബ് FC ഗോവ മത്സരം സമനിലയിൽ. ഇരു ടീമുകളും 3 ഗോളുകൾ വീതം നേടി. വനിതാ പ്രീമിയർ ലീഗ് ക്രിക്കറ്റിൽ ഇന്ന് മുംബൈ ഇന്ത്യൻസ് ബംഗളൂരു റോയൽ ചലഞ്ചേഴ്സിനെ നേരിടും. വൈകിട്ട് 7:30-ന് ഡൽഹിയിലാണ് മത്സരം. പാലക്കാട് മെഡിക്കൽ കോളേജിൽ ഇന്നു മുതൽ കിടത്തി ചികിത്സ ആരംഭിക്കും. IP വിഭാഗം ആദ്യഘട്ടം ഇന്ന് വൈകിട്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. മന്ത്രിമാരായ കെ രാധാകൃഷ്ണൻ, വീണ ജോർജ്, കെ കൃഷ്ണൻകുട്ടി, MP രാജേഷ് എന്നിവർ പങ്കെടുക്കും. കേരള സർവകലാശാല യുവജനോത്സവം നിർത്തിവച്ചു. ആദ്യ ദിനം മുതൽ ആരംഭിച്ച സംഘർഷങ്ങളും പരാതികളുമാണ് യുവജനോത്സവം നിർത്തിവയ്ക്കാൻ കാരണമായത്. സംഘർഷ സാധ്യത കണക്കിലെടുത്താണ് മത്സരങ്ങൾ പൂർത്തിയാകും മുൻപ് VC-യുടെ നിർദ്ദേശപ്രകാരം ഉത്തരവിറക്കി കലോത്സവം അവസാനിപ്പിച്ചത്. തലശ്ശേരി മാഹി ബൈപ്പാസിൽ പാലത്തിന് മുകളിൽ നിന്ന് വീണ് വിദ്യാർത്ഥി മരിച്ചു. തോട്ടുമൽ സഹകരണ ബാങ്കിന് സമീപം ജന്നത്ത് വീട്ടിൽ മുഹമ്മദ് നിദാലാണ് മരിച്ചത്. തലശ്ശേരി സെന്റ് ജോസഫ് ഹയർ സെക്കൻഡറി സ്കൂളിൽ +2 വിദ്യാർത്ഥിയാണ്. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് അഹമ്മദാബാദിൽ 85,000 കോടി രൂപയുടെ വിവിധ റെയിൽവേ പദ്ധതികളുടെ ശിലാസ്ഥാപനവും സമർപ്പണവും നിർവഹിച്ചു. കൊല്ലം തിരുപ്പതി ദ്വൈവാര എക്സ്പ്രസ് ഇന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഓൺലൈനായി ഉദ്ഘാടനം ചെയ്തു. വന്ദേഭാരത് എക്സ്പ്രസിന്റെ മംഗളൂരു യാത്രയ്ക്കും പച്ചക്കൊടി. കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ഇന്നലെ വിജ്ഞാപനം പുറപ്പെടുവിച്ച പൌരത്വ നിയമ ഭേദഗതി അനുസരിച്ച് പൌരത്വത്തിന് അപേക്ഷിക്കാൻ വെബ്സൈറ്റ് സജ്ജമായി.
വയോജനങ്ങൾക്ക് വേണ്ട എല്ലാ പിന്തുണയും സംരക്ഷണവും നൽകുക എന്ന പ്രഖ്യാപിത ലക്ഷ്യം നിറവേറ്റാൻ സാമൂഹ്യനീതി വകുപ്പ് പ്രതിജ്ഞാബദ്ധമാണെന്ന് മന്ത്രി ആർ ബിന്ദു 2024-25 അധ്യയന വർഷത്തെ പാഠപുസ്തക വിതരണത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം മന്ത്രി വി ശിവൻകുട്ടി തിരുവനന്തപുരത്ത് നിർവഹിച്ചു. മീനമാസ പൂജകൾക്കായി ശബരിമല ക്ഷേത്രനട നാളെ തുറക്കും. 10 ദിവസം നീണ്ടുനിൽക്കുന്ന പൈങ്കുനി ഉത്രം മഹോത്സവത്തിന് ശനിയാഴ്ച കൊടിയേറും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.